അപ്പോൾ നമസ്കാരം ചേട്ടാ, എന്താണ് ഇവിടെ കച്ചവടമാണോ? ഇവിടെ ബിസിനസ് ഉണക്കമീൻ്റെ ഉണക്കമീൻ്റെ. ഉണക്കമീൻ്റെ നിങ്ങൾ ഇവിടുന്ന് ഉണക്കമീൻ എടുക്കുന്നത്? തൂത്തുക്കുടി തൂത്തുക്കുടി ഭാഗത്തു നിന്നാണ് അല്ലേ? ഇപ്പൊ ഉണക്കമീനൊക്കെ ഡിമാൻഡ് ഉണ്ടോ? ഡിമാൻഡ് ഉണ്ട്. ഉണക്കമീൻ നല്ല മാങ്ങയൊക്കെ ഇട്ട് വെക്കാൻ അടിപൊളിയാ അല്ലേ ചേച്ചി? മാങ്ങയിട്ട് ഉണക്കമീൻ വെച്ചാൽ അടിപൊളിയല്ലേ? നല്ല രുചിയാ അല്ലേ? ഇപ്പം എത്ര കാലമായിട്ട് ഇവിടെ ലോട്ടറി വിൽക്കാൻ വരുന്നു? 9 വർഷമായിട്ട് ലോട്ടറി വിൽക്കാൻ വരുന്നു. അത്യാവശ്യം കഴിഞ്ഞു പോകാനുള്ളത് കിട്ടുമോ? ആണോ? സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്. ഇവിടെ ഉണ്ട്, കസ്റ്റമർ ഉണ്ട്. ഒരു ദിവസം എത്ര ലോട്ടറി വിട്ടുപോകും? 120 ടിക്കറ്റൊക്കെ വിൽക്കും അല്ലേ? ഒരു ടിക്കറ്റിന് ഏകദേശം 6 രൂപയോളം കിട്ടും അല്ലേ? അപ്പോൾ ഒരു 10-700 രൂപ നമുക്ക് കിട്ടും. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കണം. 2:30 ആകുമ്പോൾ തീരും. അപ്പോൾ തീർന്നാങ്ങ് പോകും തിരിച്ച് വീട്ടിൽ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? പിള്ളേരൊക്കെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഒറ്റയ്ക്കുള്ളത് സ്വന്തമായിട്ട് ഉണ്ടാകുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ലോട്ടറി അടിച്ചിട്ടുണ്ടോ ഇതുവരെ എപ്പോഴെങ്കിലും? 5,000 ഒക്കെ കിട്ടി. 1 ലക്ഷം അടിച്ചിട്ടുണ്ട്. അതിന്റെ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്. ഓ വെരി ഗുഡ്. അപ്പോൾ സന്തോഷം. അപ്പോൾ എങ്ങനെ ഇത്തവണ ഇവിടെ ലോട്ടറി ആർക്ക് അടിക്കും? കോട്ടയം മണ്ഡലത്തിൽ ചാഴിക്കാടൻ അടിക്കുമോ അതോ ഫ്രാൻസിസ് ജോർജിൽ അടിക്കുമോ? ഒന്നും പറയാനൊക്കെയല്ല എന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ചേട്ടാ, എന്താ ഇവിടുത്തെ ഒരു ഉണക്കമീൻ്റെ കഥ നമ്മൾ കേട്ടു. ഉണക്കമീൻ്റെ അപ്പോൾ കച്ചവടമൊക്കെ ഉണ്ട് അല്ലേ? അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല? എത്ര വർഷമായിട്ട് ഇപ്പോൾ ഉണക്കമീൻ കച്ചവടം ചെയ്തു തുടങ്ങി? ഞാനിവിടെ വന്നിട്ട് 10 വർഷത്തോളമായി അല്ലേ? ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന ഉണക്കമീൻ ഏതാ? നങ്ക്, പല്ലിക്കോര, അയല. ഇത്രയുമാണ്. ഇത് മൂന്നുമാണ് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യമുള്ളത് അല്ലേ? അപ്പം ഈ മണ്ഡലത്തിന് കൂടുതൽ താല്പര്യമുള്ളത് രണ്ടിലെയാണോ അതോ ഓട്ടോറിക്ഷ? ഓട്ടോറിക്ഷയ്ക്കാണ്. ഓട്ടോറിക്ഷയ്ക്ക് ഒരു സാധ്യത കാണുന്നുണ്ട്. ഫ്രാൻസിസ് ജോർജിന് സാധ്യത കാണുന്നുണ്ട്. സജീവ് മഞ്ഞക്കടമ്പിൽ പോയതൊന്നും ഒരു പ്രശ്നമല്ല. അതൊരു വിഷയമാവുന്നില്ല അല്ലേ? ഓക്കെ. അതാണ് നമ്മളിപ്പോ കൊടിമതയിൽ നിന്നുള്ള ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ചേച്ചി, അപ്പം ചൂടുണ്ട് അല്ലേ? ചൂടാണൊരു വലിയൊരു പ്രശ്നം. അപ്പോൾ നമ്മൾ കൊടിമതയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയുള്ള വോട്ടർമാരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു. അപ്പോൾ ഒരു കടുത്ത മത്സരത്തിന് പ്രതീതിയാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായല്ലോ. ചിലർ പറയുന്നു രണ്ടിലെയാണ്, ചിലർ പറയുന്നു ഓട്ടോറിക്ഷയാണ്. എന്തായാലും കുടം ഇത്തവണ നിറയുമോ എന്നതാണ് NDA സ്ഥാനാർത്ഥിയും ഉറ്റുനോക്കുന്നത്.